ചൂട് കൂടി വരുന്നു, ഒപ്പം വെള്ളത്തിന്റെ കുറവും. കനത്ത വേനലിൽ പലയിടത്തും ജലക്ഷാമം രൂക്ഷമാണ്. താപനില 30-40 ഒക്കെ കടന്ന് എങ്ങോട്ടൊന്നില്ലാതെ പോകുമ്പോൾ ആശ്വാസത്തിന് ഒരു ചാറ്റൽ മഴ പോലും ഉണ്ടാകുന്നില്ല. ഈ അവസ്ഥയിൽ കൂടുതൽ വീർപ്പ് മുട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അണക്കെട്ടുകളിൽ ഇനി അവശേഷിക്കുന്നത് വെറും 17% ജലം മാത്രം. കഴിഞ്ഞ വർഷം 29% ജലം സംഭരണം ഉണ്ടായിരുന്നിടത്താണിത്. കേരളത്തിലെ ചൂട് താങ്ങാനാകാതെ ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കും കുളിര് തേടി പോകുന്നവരും ശ്രദ്ധിക്കണം. പകൽ നേരത്ത് ഊട്ടിയിലും പൊള്ളുന്ന ചൂടാണ്. കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് 29 ഡിഗ്രി സെൽഷ്യസ് ആണ്. 1951 ശേഷം ആദ്യമായാണ് ഊട്ടിയിൽ 29% ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷം 20 ഡിഗ്രി മാത്രമായിരുന്നു ഊട്ടിയിലെ ഉയർന്ന താപനില. കേരളത്തിൽ 33% കൂടുതലാണ് ഇന്നത്തെ താപനില. കടുത്ത വേനലിനൊപ്പം വേനൽ മഴയുടെ കുറവും കുടിവെള്ളത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും ജലസേചന ആവശ്യങ്ങൾക്കുമെല്ലാം വെള്ളം കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നതും നിലവിലെ ഈ അവസ്ഥയ്ക്ക് കാരണമാണ്. കേരളത്തിൽ മെയ് 15 വരെ വെയിലത്ത് ജോലിയെടുക്കുന്നതിൽ സമയക്രമീകരണം വരുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടാൽ തൊഴിലുടമയ്ക്കെതിരെ കർശന നടപടികളുണ്ടാകും.